ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ലീനു. ഞാൻ കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പിനടുത്ത് കീഴൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2019 കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. ആ സമയത്ത് കേട്ടു, അങ്ങനെ അങ്ങ് വിട്ട് കളഞ്ഞു. 2020 ഞാൻ ഒരു നേഴ്സാണ്, കുവൈറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2020 ഒരു മാസത്തെ വെക്കേഷന് വേണ്ടി നാട്ടിൽ വന്നതാണ്. പോരുന്ന സമയത്ത് ഞങ്ങളൊരു കാനഡ മൈഗ്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. ആ സമയത്ത് IELTS വേണമല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പഠിച്ചു. ഒരു ക്രാഷ് കോഴ്സ് പോലെ ഒരാഴ്ച പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതി. വളരെ മോശമായ ഒരു മാർക്കാണ് എനിക്ക് കിട്ടിയത്. ഞാനൊരു മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അത്യാവശ്യം സംസാരിക്കുന്നതല്ലാതെ എനിക്ക് കൂടുതൽ IELTSൻ്റെ രീതിക്കൊന്നും പറയാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പം നാട്ടിൽ വന്നതുകൊണ്ട് ഒരു മാസം പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയും കൂടിയാണ് വന്നത്. നിർഭാഗ്യവശാൽ 2020 ഫെബ്രുവരി 28 നാട്ടിൽ വന്നത്. മാർച്ചിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. മാർച്ച് 2nd വീക്ക് ആയപ്പോഴത്തേക്കും കൊറോണയുടെ സ്പ്രെഡ് കൂടി. കോളേജും സ്കൂളും എല്ലാം അടച്ചു. എൻ്റെ ക്ലാസ് അവിടെ തന്നെ ഫ്ലോപ്പായിപ്പോയി. പിന്നെ ഓൺലൈൻ ഓഫ്ലൈൻ എല്ലാം പഠിച്ചു നോക്കി. പക്ഷേ എനിക്ക് എന്നിട്ടും പരീക്ഷ എഴുതിയിട്ടും എനിക്ക് 2-3 പ്രാവശ്യം, മൊത്തം ഞാൻ 5 പ്രാവശ്യം എഴുതി. 5 പ്രാവശ്യം എഴുതിയതും എല്ലാവർക്കും ഒന്നും അറിയില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന്, കൊറോണ ആയിരുന്നുകൊണ്ട് പുറത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ടും പരീക്ഷ എഴുതി, എന്നിട്ടും കിട്ടിയില്ല. ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. എന്നിട്ടും പഠിച്ചു, പരിശ്രമിച്ചു. നന്നായിട്ട് എനിക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു. പക്ഷേ 4-5 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല. ഓരോ പ്രാവശ്യം അച്ഛനെ വന്ന് കണ്ട് ബ്ലെസ്സിങ്ങൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോൾ പരീക്ഷ എഴുതാൻ ഡേറ്റ് എടുക്കുമ്പോഴോ ഫീസ് അടയ്ക്കുമ്പോഴോ എന്തെങ്കിലും തടസ്സങ്ങൾ എനിക്കുണ്ടാവും. തടസ്സങ്ങളുണ്ടാകുമ്പോൾ ഞാൻ വിചാരിക്കും, ഈശോ ഉണ്ടല്ലോ, മാതാവുണ്ടല്ലോ, എന്ത് തടസ്സമായാലും അത് അവർ നോക്കിക്കോളും എന്ന് വിചാരിച്ചു. പരീക്ഷ എഴുതി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് വിചാരിച്ച് 2022 ഡിസംബറിൽ ഞാൻ ഒന്നും കൂടി പരീക്ഷ എഴുതി. അപ്പോഴും എനിക്ക് കിട്ടിയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് എഴുതിയത്. ഇതെൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സാമാണ്. ഇനി ഞാൻ IELTS എക്സാം എഴുതത്തില്ല. അങ്ങനെ ഇരുന്നു. ഇവിടെ വന്ന സമയത്തൊക്കെയും അച്ഛൻ്റെ ധ്യാനവും പ്രസംഗവും എല്ലാം കേട്ട് മനസ്സിൽ ആദ്യമൊക്കെ ഒത്തിരി സ്ട്രഗിളുണ്ട്. എനിക്ക് ജോലിയും ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ടായിരുന്നു. കൊറോണയുടെ ഒരു കേസ് വന്നതുകൊണ്ട് 6 മാസത്തേക്ക് കുവൈറ്റിലെ എയർപോർട്ട് അടച്ചു. ഞാനും ഹസ്ബൻഡും കുഞ്ഞും കൂടിയാണ് നാട്ടിൽ വന്നത്. അപ്പം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. 2 പേരുടെയും ജോലി നഷ്ടപ്പെട്ടു. ആ ഒരു സമയത്ത് മൈഗ്രേഷൻ അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് ഒരു 2 ലക്ഷം രൂപയോളം അവിടുത്തെ തന്നെ ഒരു ഏജൻസിയിൽ കൊടുത്തായിരുന്നു. സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് പേപ്പർ വർക്കൊക്കെ തുടങ്ങി. പക്ഷേ കൊറോണയുടെ ഇത് വന്ന് ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ അവരെ ഏജൻസ് തന്നെ പൂട്ടിക്കളഞ്ഞു. ഞങ്ങൾ പോലും അറിഞ്ഞില്ല. 2 ലക്ഷം രൂപയോളം അങ്ങനെ പോയി. ഇനി ഒരു മൈഗ്രേഷനെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷേ വന്നത് IELTS പഠിക്കണമെന്നൊരാഗ്രഹവും കൂടി മനസ്സിലുള്ളത് കൊണ്ട് പിന്നീടും എൻ്റെ ഒരു മനസ്സ് വെച്ച് പിന്നെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് സാധിച്ചില്ല. 5ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതി റിസൾട്ടിന് വരുന്ന സമയത്തും തലേദിവസം ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഒരു മുല്ലപ്പൂവിൻ്റെ മണമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്, എനിക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ റിസൾട്ട് നെക്സ്റ്റ് ഡേ വന്നു, എനിക്ക് കിട്ടിയില്ല, എൻ്റെ സ്കോർ കിട്ടിയില്ല. ഞാൻ എൻ്റെ കാനഡ എന്നുള്ളൊരാഗ്രഹം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. പക്ഷേ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 99 ഒരു 1% കടപ്പുണ്ട്. ആ ഒരു 1% ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തു. കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പിന്നെ ആ ഒരു സ്കോറ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഫെബ്രുവരി മാസത്തിൽ കുറച്ച് എറണാകുളത്ത് ഒരു ഏജൻസിയുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടായിരുന്നു. IELTS ഇല്ലാണ്ട് 3-4 പ്രൊവിൻസിലോട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒരു ചെറിയ സ്കോറുണ്ട്. അപ്പോൾ ആ സ്കോർ വെച്ച് ഞാനൊന്ന് രജിസ്റ്റർ ചെയ്തിട്ടു. അതും ആരോടും തന്നെ പറഞ്ഞില്ല. കാരണം കുറേ പൈസ പോയതുകൊണ്ട് ഇനി ഒരു പൈസ ചിലവാക്കേണ്ടി വരല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സ്വന്തം റിസ്കിലാണ് രജിസ്റ്റർ ചെയ്തിട്ടത്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കൊണ്ട് ഔസേപിതാവിൻ്റെയും കൂടി ഒരു ഭക്തിയാണ് ഞാൻ. ഔസേപിതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. മാർച്ച് 19 തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഔസേപിതാവിൻ്റെ മരണ തിരുനാളാണ്. അതിനുള്ളിൽ എനിക്കൊരു തീരുമാനം നൽകണം. ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. ഒന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു അവസരം തരണം, അല്ലെങ്കിൽ കാനഡയ്ക്ക് എന്തെങ്കിലും ഒരു തെളിവ് തരണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. മാർച്ച് 1st വീക്കായി.
ഫെബ്രുവരിയിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടു. മാർച്ച് ഫസ്റ്റ് വീക്ക് ആയപ്പോൾ ഒരു പ്രൊവിൻസിൽ നിന്ന് വിളിച്ചു. അവരെനിക്ക് ദുബായിൽ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. പക്ഷേ ഞാൻ ഓർത്ത് കാശ് മുടക്കി അവിടെ ചെന്നിട്ട് അവസാനം കിട്ടിയില്ലെങ്കിൽ അത്രയും പൈസയും പോകും, പിന്നെ ഒരു പ്രതീക്ഷയില്ല, എന്തിനാണ് അത് പോകണമെന്ന് വിചാരിച്ച് ഞാൻ പോയില്ല. അതേ ഒരു സമയം തന്നെ കാനഡയിലെ നോവാസ്കോഷ്യ എന്ന പ്രൊവിൻസിലോട്ട് നഴ്സുമാരെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞു ഒരു ലിങ്ക് കിട്ടി. ഞാൻ അപ്ലൈ ചെയ്തിരുന്ന ഏജൻസിയും അവരെനിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. മാർച്ച് ഫസ്റ്റ് വീക്ക് വന്നു, ഇൻ്റർവ്യൂവിൻ്റെ ലെറ്റർ വന്നു, അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂവിൻ്റെ ലെറ്റർ വന്നു. മാർച്ച് 11-12 അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നത്. എനിക്ക് കിട്ടിയത് 12-ാം തീയതിയാണ്. 10-ാം തീയതി ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റും പാസ്പോർട്ടുമായിട്ട് രാവിലെ പോരാൻ വേണ്ടി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി അത് കഴിഞ്ഞിട്ട് റെഡിയായി പോരാമെന്ന് വിചാരിച്ച സമയത്ത് വെറുതെ തന്നെ ഇൻ്റർനെറ്റ് ഓൺ ആക്കിയപ്പോൾ ആ മെയിൽ കിടപ്പുണ്ട് ഇൻ്റർവ്യൂ ക്യാൻസൽ എന്ന് പറഞ്ഞത്. ആകെ ഫ്രീസായി പോയി. കാരണം കൈവെള്ളയിൽ തൊട്ടടുത്ത് 1 മണിക്കൂർ ദൂരത്തിൽ ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് എനിക്ക് കിട്ടാതെ പോയല്ലോ. ദുബായിലൊക്കെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ല, അതുകൊണ്ട് കിട്ടാതെ പോയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിഷമിച്ചു. ആരോടും പറഞ്ഞില്ല. എൻ്റെ പാസ്പോർട്ടും എൻ്റെ ഹോൾ ടിക്കറ്റും എടുത്ത് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. കർത്താവേ, എൻ്റെ ഈ ക്യാൻസലായ ഹോൾ ടിക്കറ്റിന് അപ്പോയിൻമെൻ്റ് ആക്കി തരണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ വന്നു, കുർബാന കണ്ടു, പ്രാർത്ഥിച്ചു, പത്രം വാങ്ങിച്ചു. ഞാൻ തിരിച്ചിറങ്ങി അവിടെ റോഡിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കണം തോന്നി. പ്രാർത്ഥിച്ചു. ഇവിടെ വന്നിരുന്ന് നിലത്തിയിരുന്നു. ഞാൻ ഇരുന്നിടത്ത് തന്നെ എൻ്റെ പാസ്പോർട്ടും എൻ്റെ ഹോൾ ടിക്കറ്റും വെച്ച് കുരിശ് വരച്ച് ഒത്തിരി അധികമായി കരഞ്ഞ് പ്രാർത്ഥിച്ചു. പുറകിൽ കണ്ണ് തുറന്നപ്പോൾ പുറകിൽ 2 അച്ഛന്മാർ വന്നിരിക്കുന്ന പോലെ എനിക്കൊരു തോന്നി. കണ്ണ് തുറന്നപ്പോൾ ഞാൻ പിന്നെയും കണ്ണടച്ചും തുറന്നും നോക്കി. അത് നോക്കിയപ്പം ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തോന്നി. ഈശോയും ഔസേപ്പ് പിതാവാണെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. വെറുതെ ജോസഫ് അച്ഛനെ എന്തായാലും കാണാൻ പറ്റത്തില്ല, കാരണം ഹോൾ ടിക്കറ്റ് ക്യാൻസൽ ലെറ്ററാണ് എനിക്ക് വന്നേക്കുന്നത്. വെറുതെ അവരോടൊന്ന് ബ്ലെസ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചൊന്ന് ബ്ലെസ് ചെയ്ത് തന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങി അവിടുത്തെ ആ ഗ്രോട്ടോയിൻ്റെ അവിടെ എത്തി. ഞാൻ 5:30 പോന്നപ്പോൾ ഏജൻസിയിലോട്ടൊന്ന് വിളിച്ചായിരുന്നു. 5:30 സമയത്ത് ഒരു ഏജൻസിയും ഫോൺ എടുക്കാത്തൊരു സമയമാണ്. പക്ഷേ അവരെനിക്ക് റിപ്ലൈ തന്നത് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ്. ഞാൻ ആ ഗ്രോട്ടോയുടെ അവിടെ പോയി നിന്ന് ചെറുത് ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ ഇരുന്ന് ബാഗ് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ കുറച്ച് മിസ് കോൾ കിടപ്പുണ്ട്. ഏജൻസി എന്നുള്ള കോളായിരുന്നു. അവർ പറഞ്ഞു വേറെ ആർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേറൊരു ലിങ്ക് തരാം, അതിൽ കയറി അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ പിന്നെയും ഡൽഹി, ചെന്നൈ, ബോംബെ ആണ് എല്ലാം കാണിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതെല്ലാം, കാരണം കുഞ്ഞുണ്ട്, അവളെ വിട്ടിട്ട് ദൂരെ മാറി നിൽക്കാൻ എനിക്ക് സാധിക്കത്തില്ല, അത്രമാത്രം ഒരു അടുപ്പമുള്ളതായിട്ടുണ്ട്. അപ്പം ഞാനത് വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. റോഡ് വരെ എത്തി. റോഡിൽ ഗ്രോട്ടോ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഏജൻസിയിൽ നിന്നൊരു വിളി വന്നു. ഡൽഹി സെലക്ട് ചെയ്താലും ചെന്നൈ സെലക്ട് ചെയ്താലും ലൊക്കേഷൻ കാണിക്കുന്നത് കൊച്ചി ഗ്രൗണ്ട് പ്ലാസയാണെന്ന് കാണിച്ചു. അവിടെ നിന്ന് തന്നെ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാനൊരു സ്ഥലം സെലക്ട് ചെയ്തു. ഓട്ടോമാറ്റിക് മെസ്സേജ് വന്നു. കൊച്ചി തന്നെ. എൻ്റെ സമയത്തിൽ മാത്രം ഇച്ചിരി വ്യത്യാസമുണ്ട്. സെയിം ഡേ തന്നെയാണ്. ഞാൻ തിരിച്ചു പിന്നെയും കയറി, നന്ദി പറയാൻ കയറി. അപ്പം അച്ഛനെ കാണാമല്ലോ എന്നും കൂടി മനസ്സ് വിചാരിച്ചപ്പോൾ കൗണ്ടർ അവിടെ കാലിയാണ്. പെട്ടെന്ന് എനിക്ക് വേണ്ടി അല്ലാത്ത പോയപ്പം ഭയങ്കര തിരക്കായിരുന്നു. തിരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് കൗണ്ടർ കാലിയായിട്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് സണ്ണി ബ്രദറിനെ കണ്ടു. ഞാൻ പറഞ്ഞു എനിക്ക് പുതിയ ഹോൾ ടിക്കറ്റ് ഇല്ല, പഴയത് തന്നെയാണ്, പക്ഷേ സമയത്തിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ബ്രദർ പറഞ്ഞു കുഴപ്പമില്ല, സെയിം ഡേ തന്നെയല്ലേ. ഞാൻ തിരിച്ചിവിടെ കയറും. എനിക്ക് ടോക്കൺ തന്നു. ഇവിടെ വന്ന് എനിക്ക് മുട്ടുകുത്താനോ നിൽക്കാനോ ഉള്ള ഒരു സ്ഥലമില്ലാത്ത രീതിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ജോസഫ് അച്ഛൻ എന്നെ കൈനീട്ടി അനുഗ്രഹിച്ചു. ഇതിനു മുൻപ് IELTS എക്സാം എഴുതാൻ വരുമ്പോഴെല്ലാം അച്ഛനും എൻ്റെ ഓർമ്മയിൽ ഒരു കുരിശ് വരച്ചായിട്ടാണ് എനിക്ക് ഓർമ്മ. പക്ഷേ അന്ന് എൻ്റെ 3 കുരിശ് വരച്ചാണ് വിട്ടത്. 3 സൈഡിലും 2 ചെവിയും നെറ്റിയും കൂട്ടി കുരിശ് വരച്ചു വിട്ടു. ഞാൻ പ്രാർത്ഥിച്ചു, നന്ദി പറഞ്ഞു പോയി. 12-ാം തീയതി പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. കാനഡയിൽ ആൾക്കാർ മാത്രം വന്ന് എടുത്ത ഇൻ്റർവ്യൂ ആണ്. എന്നോട് ഒരു ക്വസ്റ്റ്യൻസും അവർ ചോദിച്ചില്ല. അന്ന് വന്ന ആർക്കും ഒരു ക്വസ്റ്റ്യൻസും ചോദിച്ചില്ല. ഒരു മെഡിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. എക്സ്പീരിയൻസ് എത്രയുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് ഒരു മെഡിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മളെ കുഴപ്പിക്കുകയോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസും ഉണ്ടായില്ല. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഓഫർ ലെറ്റർ വന്നു. അതിൻ്റെ പ്രോസസ്സിലും കുറേയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം, എൻ്റെ ഈശോ, എൻ്റെ മാതാവ് കൊണ്ടു തന്ന ഒരു ജോലി ആയതുകൊണ്ട് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അത് എനിക്ക് നേടിത്തരാനുള്ളതാണ് എന്നൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായി.
അത് കഴിഞ്ഞ് ബയോമെട്രിക് ടെസ്റ്റ് ഉണ്ട്. ബയോമെട്രിക്കിനൊന്നും ആർക്കും റിപ്പീറ്റേഷൻ വരുന്നതല്ല, ജസ്റ്റ് ഫിംഗർ ടെസ്റ്റാണത്. പക്ഷേ എനിക്കത് റിപ്പീറ്റ് വന്നു. സാധാരണ ടെസ്റ്റ് എടുക്കുമ്പോൾ അവർക്ക് 1-2 ആഴ്ച കഴിഞ്ഞൊക്കെയാണ് എൻ്റെ കൂടെ ഇൻ്റർവ്യൂ എടുത്തവർക്കൊക്കെ പാസ്പോർട്ട് സബ്മിഷൻ വന്നത്. പക്ഷേ എനിക്ക് മാത്രം റിപ്പീറ്റ് വന്നു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ പാസ്പോർട്ട് സബ്മിഷൻ വന്നു. ഞങ്ങളെല്ലാവരുടെയും പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ കാനഡ ഇന്ത്യയുടെ ഇഷ്യൂ വന്നു. അപ്പോൾ പിന്നെയും പേടിച്ചു, ദൈവമേ എന്താകുമെന്ന് വിചാരിച്ചു. അവർ ഒന്ന് നേരം വെളുത്തെണീറ്റാൽ അവരുടെ നിയമങ്ങൾ മാറ്റും, 2 നിയമങ്ങൾ മാറ്റുമല്ലോ എന്ന് ചിന്തയുണ്ടായി. പക്ഷേ ഞാൻ ഓർത്തു, ഈശോയും മാതാവും ഔസേപ്പിതാവും എല്ലാവരും കൂടി ഒരുമിച്ച് തന്നൊരു ജോലിയാണ്, അവർ തന്ന ജോലി അവർ തന്നെ നോക്കിക്കോളും എന്നുണ്ട്. പിന്നെ കാനഡ മൈഗ്രേഷന് വേണ്ടി 3 ആൾക്കാർക്ക്, ഞാനും ഹസ്ബൻഡും മോളുമാണ്, 3 പേർക്കും 13 ലക്ഷം രൂപയോളം അക്കൗണ്ടിൽ കാണിക്കണമായിരുന്നു. ആ ജോലി ഇല്ലാതിരുന്നൊരു സമയത്ത് 13 രൂപ, സ്വന്തമായിട്ടില്ലാതിരുന്നൊരു സമയത്ത് 13 ലക്ഷം രൂപ 3 പേർക്ക് അക്കൗണ്ടിൽ കാണിക്കണമായിരുന്നു. ഞാൻ സഹായിക്കാൻ കുറച്ച് പേരുണ്ടെങ്കിലും നമുക്ക് 13 ലക്ഷം ആരോടും ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് മെയ് 13-ാം തീയതി ഉടമ്പടി പുതുക്കി. മെയ് 31-നുള്ളിൽ എനിക്കൊരു പൈസ അറേഞ്ച് ചെയ്യാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണേ. എനിക്ക് ചോദിക്കാനും ഒത്തിരി കടം ആരുടെ കയ്യിൽ നിന്ന് മേടിക്കാനും ആർക്കും അങ്ങനെ സാഹചര്യങ്ങളില്ല. എല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം നമുക്ക് പൈസ അത്രയും ചോദിക്കാൻ പറ്റത്തില്ല. കൂട്ടുകാരായാലും വീട്ടുകാരായാലും എല്ലാവർക്കും ഒരു പരിധിയുണ്ട്. ഞാൻ ഉടമ്പടി വെച്ചു. 13-ാം ദിവസം മെയ് 31 കടം, പണയമാണ്, ലോണാണ്, എല്ലാം കൊണ്ട് 13,25,000 രൂപ മെയ് 31-നുള്ളിൽ എനിക്ക് അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റി. മെയ് 31 ഞാൻ മാതാവിനോട് ചോദിച്ചത്. മെയ് 31 12 മണിക്ക് മുമ്പ്, രാത്രി 12 മണിക്ക് മുമ്പ് 13,25,000 രൂപ അക്കൗണ്ടിൽ കാണിക്കാൻ ദൈവം എന്നെ അനുവദിച്ചു. അതുകൂടാതെ ഈ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് തന്നെ എനിക്ക് കുവൈറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടി നേരത്തെ കിട്ടിയിരുന്നു. അവർക്ക് 50,000 രൂപ അഡ്വാൻസ് കൊടുത്തതാണ്. എൻ്റെ ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ കൂടെ ഇൻ്റർവ്യൂ എടുത്തവരെല്ലാവരും കയറിപ്പോയി, എനിക്ക് മാത്രം കയറി പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്തെല്ലാം ആ ഏജൻസിയോട് അവർ വിളിക്കുമ്പോൾ ശരിയാവും, നാളെ ശരിയാകും, എല്ലാ പേപ്പറും ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും അവസാനം വരെ ശരിയായില്ല. പക്ഷേ ആ സമയത്തെല്ലാം നന്നായിട്ട് വിഷമിച്ചു, ഒന്നും ആകുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തു. ഫെബ്രുവരി സമയത്ത് ഞാൻ ഓർത്തു, മാതാവും കേൾക്കുന്നില്ല, ഈശോയും കേൾക്കുന്നില്ല. ഞാൻ ഇടയ്ക്ക് യൂദാസ്ലിഹയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് യൂദാസ്ലിഹയുടെ ഒന്ന് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം. പക്ഷേ ആ ചൊല്ലി തുടങ്ങി 1-2 ദിവസം ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ജോസഫ് അച്ഛൻ പറയുന്നുണ്ട്, ഓരോരുത്തരും യൂദാസ്ലിഹയുടെ നൊവേനയൊക്കെ ചൊല്ലുന്നുണ്ട്. ഈശോയും മാതാവിനെയും വിട്ട് യൂദാസ്ലിഹയുടെ ഒരു പ്രാർത്ഥിക്കുന്നുള്ള ഒരു കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ മനസ്സ് കണ്ട് ഈശോയും മാതാവും ഔസേപ്പിതാവും എല്ലാം ജോസഫച്ചനെ അത് കാണിച്ചു കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് അത് എൻ്റെ പേപ്പർ വർക്ക്, കുവൈറ്റിൻ്റെ ആ പേപ്പർ വർക്ക് നടന്നില്ല. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഈ കാനഡയുടെ ഇൻ്റർവ്യൂ തന്നു. ഞാൻ അതിൽ ദൈവത്തോട് 1000 നന്ദി പറയുന്നു. കാരണം എനിക്ക് IELTS എന്നെ കൊണ്ട്, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഒരു പ്രതീതിയാണ്. എനിക്ക് മാക്സിമം ഞാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഓർത്തിട്ടുണ്ട്, ദൈവമേ എന്തെങ്കിലും ഒരു വിസ എനിക്ക് കാനഡയുടെ തന്ന് അനുഗ്രഹിക്കണേ. നേഴ്സായിട്ട് വേണമെന്നില്ല, ഹോം സപ്പോർട്ട് വർക്കർ ആയാലും എന്തെങ്കിലും ഒരു വിസ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും കേരളത്തിൽ ഡയറക്റ്റായിട്ട് ഒരു കാനഡയിൽ നിന്ന്, ഒരു പ്രൊവിൻസിൽ നിന്നും വന്ന് ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടില്ല. പക്ഷേ ദൈവം എനിക്കായിട്ട് കൊണ്ടെത്തുന്ന ഇൻ്റർവ്യൂ ആണ്. ഞാൻ വിചാരിക്കുന്നു, എൻ്റെ ഈശോ, എൻ്റെ മാതാവ്, എൻ്റെ ഔസേപ്പിതാവ് എല്ലാവരും കൂടി എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണെന്ന്. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കി പിച്ചള വാതിലുകൾ തകർത്തിരുമ്പോടൽ ഒടിക്കുന്നു. ആ വചനം എൻ്റെ മനസ്സിനെ കൂടുതലായിട്ട് ആഴപ്പെടുത്തി. കാരണം ഈശോ എനിക്ക് മുന്നേ പോയി എന്തെല്ലാം ചെയ്തു. കാരണം എൻ്റെ സ്കോറിൽ എത്ര താഴെയാണ് നിൽക്കുന്നത്, എനിക്ക് കിട്ടിയ സ്കോർ എത്രയാണോ ആ സ്കോറിൽ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ ദൈവം കൊണ്ടെത്തുന്നു. ഇതിനു മുമ്പ് കാനഡയിലെ ഒരു പ്രൊവിൻസും നേരിട്ട് കേരളത്തിൽ വന്ന് ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടില്ല. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി പുതിയ വഴികൾ തുറന്നു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അതുകൂടാതെ ഞാൻ 2021 ഉടമ്പടി എടുത്താണെങ്കിലും IELTS കിട്ടാതെ വന്നപ്പോൾ എനിക്ക് നിരാശയായി. എനിക്ക് ഒത്തിരി സ്ട്രഗിൾ. ആദ്യമേ ഉടമ്പടിയെക്കുറിച്ച് നന്നായിട്ടൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, ചെയ്യേണ്ട രീതികളൊന്നും അറിയില്ലായിരുന്നു. പിന്നെ സാക്ഷ്യം കേട്ടും ധ്യാനം കേട്ടും
ഉടമ്പടി എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു. രാവിലെ പ്രാർത്ഥനകളും രാത്രി പ്രാർത്ഥനകളും മാക്സിമം പള്ളിയിൽ കുർബാനയ്ക്ക് എല്ലാം പോയി പറ്റുന്ന രീതിയിലെല്ലാം എല്ലാവരെയും സഹായിച്ചു. എന്നിട്ടും എനിക്ക് IELTS സ്കോറൊന്നും കിട്ടിയില്ല. പക്ഷേ ആദ്യ സമയത്ത് മുഴുവൻ എൻ്റെ ഉടമ്പടി ഉഴപ്പിപ്പോയി. അതിൽ ഞാൻ ദൈവത്തോട് മാപ്പപേക്ഷിക്കുന്നു. അതുകൂടാതെ എനിക്ക് കിട്ടിയ എൻ്റെ കുഞ്ഞിന് ഒരു പനിയും വയറുവേദനയായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലായി. ഇപ്പോൾ കൗണ്ട് കുറഞ്ഞു, തീരെ കുറഞ്ഞു പോയി. വയറുവേദന സ്കാൻ ചെയ്തപ്പോൾ ഇൻഡ്യൂസ് അസെപ്ഷൻ എന്ന് പറയുന്ന ഒരു അസുഖം, അതായത് കുഞ്ഞിൻ്റെ വലിയ കുടലിലോട്ട് ചെറിയ കുടൽ മടങ്ങി കയറിപ്പോയ ഒരു അസുഖമാണ്. അത് ആ പ്രായത്തിൽ, അവൾക്ക് 5 വയസ്സാണ്, ആ പ്രായത്തിൽ അവൾക്ക് അങ്ങനെ വരേണ്ടതല്ല. അവൾക്ക് എല്ലാവർക്കും റെയറായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു വീടിനടുത്തൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിച്ചത്. അവർ ഹയർ സെൻറ്ററിലോട്ട് കാരിത്താസിലോട്ട് റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോഴും റിപ്പീറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. എമർജൻസി ചെന്നതാണ്, റിപ്പീറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞെങ്കിലും 5 മണിക്കൂർ ഡിലേ എനിക്ക് അവിടെ ഉണ്ടായി. പക്ഷേ 5 മണിക്കൂറും കൊച്ചിന് വായിൽ വഴി ഒന്നും കൊടുക്കല്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് തേനും തൈലവും കൊടുത്തുകൊണ്ടിരുന്നു. വൈകുന്നേരം 6:45 ഇപ്പോൾ 1:30 ചെന്നാണ് 6:45 സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പം അകത്തോട്ട് കയറിപ്പോയ കുടൽ പഴയപടി പൊസിഷനിലോട്ട് നോർമൽ പൊസിഷനിലോട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഒരു സർജിക്കൽ പ്രൊസീജിയറും ചെയ്യാതെ വെറും ആൻറ്റിബയോട്ടിക് മാത്രമായിട്ട് ഒരു ഓപ്പറേഷനോ ഒരു സർജിക്കൽ പ്രൊസീജിയറും ചെയ്യാതെ ദൈവം അനുവദിച്ചു. ഈശോയ്ക്കും മാതാവിനും ആയിരം നന്ദി. കൂടാതെ എൻ്റെ ഫാദറിന് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം 4 വർഷം മുമ്പ് ഉണ്ടായിരുന്നതാണ്. അന്ന് വലിയ മൈൻഡ് ചെയ്തില്ല ആൾ. പിന്നെ പെട്ടെന്ന് ഒരു പനി വന്നപ്പോൾ യൂറിന് പോകാൻ താമസമുണ്ടായി. സ്കാൻ ചെയ്തു. പിന്നെ ഇപ്പം പ്രോസ്റ്റേറ്റ് വലുതായിട്ട് എൻലാർജ് ആയിട്ടുണ്ട്. ഒരു ബ്ലഡ് ടെസ്റ്റ് PSA ചെയ്തപ്പോൾ അത് ഹൈ ആയിട്ട് കാണിച്ചു. 4 കാണിക്കേണ്ടടുത്ത് 16 കാണിച്ചു. പിന്നെ അത് കൂടുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും അത് കൂടിയാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിലോട്ടൊക്കെ സാധ്യതയുണ്ട്. എൻ്റെ ഫാദറിന് കുറച്ച് ഹിയറിംഗ് പ്രോബ്ലം ഉണ്ട്. എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ വേറെ ആരും വീട്ടിലില്ല. എൻ്റെ ചേട്ടനും പുറത്താണ് പുറത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം ആരുമില്ലല്ലോ, എന്തെങ്കിലും അങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആരുമില്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചു. അപ്പം ഞാനും അതും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. MRI ചെയ്യാൻ പറഞ്ഞു. ആദ്യം അവരും തന്ന മരുന്ന് കുറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെയും കൂടി. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു MRI ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. MRI ചെയ്തു. അവിടെ പോയി വെഞ്ചരിച്ച് ഉപ്പ് MRIയുടെ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോയെ, മരുന്നിന് പറ്റുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഒന്നും അല്ലാത്തൊരു രീതിയിൽ, മെഡിസിൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. സ്കാൻ റിപ്പോർട്ട് വന്നപ്പോൾ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ക്യാൻസറിൻ്റെതായ ഒരു സിംറ്റംസും ഇല്ലെന്ന് പറഞ്ഞ് ദൈവം അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും ആയിരം നന്ദി. പിന്നെ കുഞ്ഞിനെ നഴ്സറി ചേർത്തിരുന്ന സമയത്ത് അവൾക്ക് തുടർച്ചയായി പനിയും, 3-ാം ദിവസം തൊട്ട് സ്കൂളിൽ ചേർത്ത് 3-ാം ദിവസം തൊട്ട് എപ്പോഴും തുടർച്ചയായി പനിയും ജലദോഷവും ഭയങ്കര കഫക്കെട്ടിലുമായിരുന്നു. എപ്പോഴും ആഴ്ചയിൽ മാറിക്കൊണ്ടിരിക്കുന്ന 4 ആഴ്ചയിൽ 4 തരം ആൻറ്റിബയോട്ടിക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തന്നെ സങ്കടമായി. അവൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല മരുന്നുകളൊന്നും. ദൈവത്തിൽ വിശ്വസിച്ച്, മാതാവിനെ വിശ്വസിച്ച് ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ, ഇനി എന്തിനാ മരുന്ന്? ആൻറ്റിബയോട്ടിക്ക് കൊടുക്കേണ്ട സമയത്ത് ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ ആൻറ്റിബയോട്ടിക് സ്റ്റോപ്പ് ചെയ്ത് രാവിലെയും വൈകിട്ടും തേനും തൈലവും മാത്രം കൊടുത്തു. പിന്നെ അവൾക്ക് പനിയോ ജലദോഷമോ ഒന്നും വന്നില്ല. വലിയ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട രീതിയിൽ ഒരു അസുഖം അവൾക്ക് വന്നില്ല. പിന്നെ വന്നതാണ് വൈറൽ പ്രശ്നം. അത് ദൈവം തന്നു, ദൈവം തന്നെ അത് നേരെയാക്കി തന്നു. എൻ്റെ പരീക്ഷണം ആയിരുന്നു അത്. പക്ഷേ ചില സമയത്തൊക്കെ എനിക്ക് തകർച്ചകൾ വന്നിട്ടുണ്ട്, വിശ്വാസക്കുറവുകൾ വന്നിട്ടുണ്ട്. ചില സമയമുള്ള എൻ്റെ വിശ്വാസം മുൾച്ചിടയിൽ വീണ വിത്തിൻ്റെ അവസ്ഥയാണ്. ഞെരുക്കങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ തകർന്നു പോകും. പക്ഷേ ഒരു പ്രതീക്ഷ എൻ്റെ ഉള്ളിൽ എപ്പോഴും കിടപ്പുണ്ട്. എൻ്റെ ദൈവം എൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും എന്നുള്ള വചനവും, ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടാകും, ഞാൻ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ വചനം എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു മനസ്സിൽ, ആ വചനത്തിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഒത്തിരി സ്ട്രഗിൾ വന്നു. കാനഡ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മാനസികമായി വളരെ സംഘർഷങ്ങൾ നേരിടേണ്ടി വന്നു. സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ഈശോ തന്നതാണ്, എൻ്റെ മാതാവ് തന്നതാണ്, എൻ്റെ ഔസേപിതാവ് തന്നതാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൂടാതെ ബാക്കി അനുഗ്രഹങ്ങളായിട്ടുള്ളത്, എൻ്റെ പേഷ്യൻ്റായിട്ട് വന്ന ഒരു കുട്ടിക്ക് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു.
അപ്പോൾ ആ ഒരു ആളത് പ്രഗ്നൻ്റ് അബോർഷനായിപ്പോയി. ട്യൂബൽ പ്രഗ്നൻസിയിൽ ഒരു ട്യൂബ് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നീട് അവർക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അവർ വന്ന് എൻ്റെ ഹസ്ബൻഡ് വന്ന് എന്നോട് ചോദിച്ചു, എന്തോ എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, 3 മാസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആവുമെന്ന് പറഞ്ഞു. ഒരു മാതാവിൻ്റെ ലോക്കറ്റും കൊടുത്തു വിട്ടു. 3 മാസം കഴിഞ്ഞപ്പോൾ അവർ വന്നു, പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു വന്നു. വേറെ പ്രശ്നങ്ങളൊക്കെ ചെറുതുണ്ടെങ്കിലും അവർക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ സ്കാനിങ് ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ അവിടെയുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി. ആ കുട്ടിക്ക് 1 വയസ്സായി, കഴിഞ്ഞ ആഴ്ച 1 വയസ്സായി, ഒരു കുഴപ്പമില്ലാതെ സൗഖ്യമായിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ 2 കസിൻസിൻ്റെ യൂട്രസിലും സിസ്റ്റും, 2 പേർക്ക് യൂട്രസിൽ സിസ്റ്റും ഫൈബ്രോയിഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ബയോപ്സി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടിരുന്നു. അതും നെഗറ്റീവാണ്. അത് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഞാൻ പുണ്യപ്രവൃത്തികളായി ചെയ്തുകൊണ്ടിരുന്നത്, ആദ്യമേ കൊറോണ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ തീഷ്ണതയുള്ളതായപ്പോൾ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് സഹായിക്കേണ്ട ആൾക്കാരെ എല്ലാം കാണിച്ചു തന്നു. ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടുത്തെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയൊക്കെ കാണാനും അവരോട് സംസാരിക്കാനും, അവർക്ക് നാരങ്ങ മിഠായി, ജീരക മിഠായി എല്ലാം ഇഷ്ടമാണ്. പറഞ്ഞു വിടും, അത് മേടിച്ചുകൊണ്ട് വരണം, ഇത് മേടിച്ചുകൊണ്ട് വരണം. വളരെ സന്തോഷത്തോടെ അവർക്കതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ചെന്നില്ലെങ്കിൽ അവർ ചോദിക്കും, എന്താണ് വരാത്തത്? ഒരു 2 മാസം എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അവർ വിഷമിച്ചു പോയി. അവരെന്നോട് ചോദിച്ചു, മോളെ നിനക്ക് എന്നാ പറ്റിയെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം എല്ലാ പുണ്യപ്രവൃത്തികളും ഞാൻ മാക്സിമം ചെയ്തു. ഫുഡ് വാങ്ങിച്ചു കൊടുത്തു, എല്ലാവർക്കും പഴുന്ന രീതിയിൽ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ പത്രം, ഞാൻ 3 പത്രം വീതം മിനിമം എല്ലാ മാസവും മേടിക്കും. അതുകൂടാതെ 13 ലക്ഷം അക്കൗണ്ടിൽ കാണിക്കേണ്ട ഒരു സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എനിക്ക് 13 ലക്ഷം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ 13 സെറ്റ് പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കണമെന്ന്. അതേപോലെ തന്നെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ 13 സെറ്റ് പത്രം വാങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും റോഡിലും KSRTC ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും ബസ് സ്റ്റാൻഡിലും ഞാൻ പോകാത്ത വഴികളില്ല. ഞാൻ എൻ്റെ വീടിന് പുറത്തിറങ്ങി അധികം സഞ്ചരിക്കാത്ത ഒരാളാണ്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാത്ത വഴികളില്ല, ഞാൻ പോകാത്ത വഴികളില്ല. ആ വഴികളിലെല്ലാം എനിക്ക് എൻ്റെ ഈശോയെ പ്രഘോഷിക്കാൻ സാധിച്ചു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുത്തു. പിന്നെ പത്രം എല്ലാം കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അതെല്ലാം ഞാൻ എടുത്തു എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. പിന്നെ ചില ആൾക്കാർ പത്രം കൊടുത്ത് ഞാൻ അവരോടും യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ദൈവവും മാതാവുമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അവരെടുക്കുന്ന പത്രവും എല്ലാം പല കടയിലും പള്ളിവാതിക്കലെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട്. മാർച്ച് മാസത്തിലെ പത്രം ഞാൻ ഓഗസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം മാർച്ചിലെ 3-4 പത്രമൊക്കെയാണ് ഓഗസ്റ്റ് മാസം എനിക്കൊരു പള്ളിയിലും കടയിലൊക്കെ ചെന്നപ്പോൾ കിട്ടിയത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്നവരോടൊരു അപേക്ഷയുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ എടുക്കുന്ന ഉടമ്പടി അത് ദൈവത്തോട് നീതി പുലർത്താനാണെങ്കിൽ അത് കൃത്യമായി ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കൊടാനുകൂടി നന്ദി.